ഹലോ, പറഞ്ഞോ. എന്താ ഏത് നേരവും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന മാതിരി ചിരിച്ചുകൊണ്ടേയിരിക്കുന്നത്? എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഇതിനും ചിരിക്കുകയാണോ? അതെയല്ലോ. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ കള്ള നോട്ടം. കഴുത്തിൽ വെട്ടണം. ഹലോ, വേഗം പോടാ, വേഗം പോ. അവന്റെ തലയിലോട്ട് വീശി കൊടുക്ക്. ഇനി കുറച്ചു കാലം സൂക്ഷിച്ചു നടക്കും. എനിക്കൊന്നുമില്ല ചേച്ചി. ഉളിക്കിയത് ഈ കാല, ആ കാലിനെ എന്തിനെ പിടിച്ച് തടവുന്നേ? നീ ചുമ്മാരി. ആ കാലുളിക്ക ഈ കാലിനും വേദന വരും. മങ്കമ്മ, അളിയനും ഒന്നുമില്ല. ദാഹമുള്ളവർക്കെല്ലാം എന്റെ പിന്നാലെ വരാം. നിന്റെ കാറ് നടറോട്ടി ഇട്ടിട്ട് വന്ന കാര്യം മറന്നുപോയി ചേട്ടാ. അനിയ നാടൻ കോഴിയുടെ സൂപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. എടാ മോനെ, നിനക്ക് ആട്ടിൻകാൽ സൂപ്പല്ലേ ഇഷ്ടം? ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്, കുടിക്കടാ. എന്തിനാ ആട്ടുംകാലാക്കിയത്? ആനക്കാല് സൂപ്പ് കൊണ്ടൊന്ന് കൊടുക്കാൻ വയ്യായിരുന്നോ? അയ്യോ, എല്ല് പൊട്ടിയത് എന്റെ, ഓയിൽ മസാജ് അവനും. ഈ വേദനയെക്കാളും ഈ നാടകം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. അയ്യോ, അവൻ അതൊക്കെ പറയും, നീ കഴിക്കടാ. ബേബിയമ്മ എന്തുവാ ചെയ്യുന്നേ? വീശി തരികല്ലേടാ. അയ്യോ, ഈ കാറ്റെനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. പതുക്കെ വീശ്. എന്തുവാടാ? അത്രയ്ക്ക് വേദന ഉണ്ടോടാ? ഇല്ല, നല്ല സുഖം തോന്നുന്നുണ്ട്. നീ നല്ലോണം സൂപ്പ് കുടിക്ക്. എന്താ ഇപ്പൊ നീ എന്തിനാ കരയുന്നേ? നിന്റെ മാമന് ഒന്നും പറ്റിയിട്ടില്ല. അവൻ വീണ്ടും വീണ്ടും മാമനുമായി പ്രശ്നം ഉണ്ടാക്കാൻ വരുവാ. വരട്ടെ വരട്ടെ. അതെ അതെ, അവരൊക്കെ ഇനി വരട്ടെ, കാണിച്ചു കൊടുക്കാം. മുത്തശ്ശിയുടെ നാക്ക് മതി അവനെ കൈകാര്യം ചെയ്യാൻ. കുടിക്കാം കുടിക്കാം. മൂത്തറാണി, അച്ഛാ, നടക്കട്ടെ നടക്കട്ടെ. ആണുങ്ങളെ ചീത്തയാക്കുന്ന പെണ്ണുങ്ങൾ തന്നെയാ. അപ്പൂപ്പന് ലഹരിയൊന്നും താല്പര്യമില്ലേ? ഓരോരുത്തർക്കും ഓരോന്നില്ല ലഹരി. എനിക്ക് എന്റെ കുടുംബമാ ലഹരി. അത് ശരി. മാമനും അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്താ ചോദിക്കുന്നേ? നല്ല ആളായിരിക്കും. ചുമ്മാ ചോദിച്ചതാ. ശരി, എല്ലാവർക്കും കാറ്റ് കൊണ്ട് വെളിയിലിരുന്ന് ഭക്ഷണം കഴിച്ചാലോ? വടക്ക് ജാതൻ തെക്ക് ജാതൻ കുടുകുടു സ്വാഹ. സ്വാഗ സ്വാഗ. മാമ വെയിറ്റീസ്, ഞാനും വരുന്നു. ഞാൻ മാമന്റെ അടുത്തിരിക്കട്ടെ. അവിടെ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നല്ലോ. മാമ, നാളെ കോളേജ് ഫീസ് അടയ്ക്കണം, മറന്നു പോരുത്. അതെല്ലാം പഠിക്കുന്ന പിള്ളേർക്കാ, നിന്നെ പോലെ ഫേസ്ബുക്കിൽ പഠിക്കുന്നവർക്കല്ല. ഏയ് മിണ്ടാതിരിക്ക്. ഇങ്ങോട്ട് നോക്ക്, എല്ലാരും ഇങ്ങോട്ട് നോക്ക്. സ്വാമി 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 സ്വാമി. ഇനി ഇതിന്റെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നു. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോളാ, സംസാരിച്ചിട്ട് വരാം. നീ എണീറ്റ് അങ്ങോട്ട് മാറിയിരുന്നേ. മാമ അത് നാളെ വിതയ്ക്കുന്ന ദിവസമല്ലേ, അതുകൊണ്ട് ഓഫീസർ വിളിച്ചുകൊണ്ടിരിക്കുന്നേ. ഹലോ, എവിടായിരുന്നു? ഇപ്പൊ എങ്ങനെയുണ്ട്? അതൊന്നുമില്ല, ചെറിയൊരു ഉളുക്കേ ഉള്ളൂ. എനിക്ക് നിന്നെ ഉടനെ കാണണം, വരുവോ? അയ്യോ, അതൊന്നും പറ്റില്ല. ചേച്ചിമാരും അളിയന്മാരൊക്കെ വന്നിട്ടുണ്ട്. അനിയനൊരു പോറൽ പറ്റിയപ്പോ എല്ലാരും കൂടി ഓടി വന്നല്ലേ? അവർക്ക് സ്നേഹമുള്ളതുകൊണ്ടാ, അല്ല നിന്നെ പോലെയാണോ? എന്നാലേ ആ സ്നേഹത്തിന്റെ ആത്മാർത്ഥത അറിയണമെങ്കിൽ ഇങ്ങനെ ഒരാളെ പ്രേമിക്കുന്നുണ്ടെന്ന് അവരോട് ചെന്ന് പറഞ്ഞു നോക്ക്. അയ്യോ, അത് ആലോചിക്കുമ്പോഴേ എനിക്ക് പേടിയൊന്നു. എന്നാണെങ്കിലും പറഞ്ഞല്ലേ പറ്റൂ. എന്താ? എന്റെ അച്ഛനോട് ചെറിയ മാമൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അയ്യോ, എന്നിട്ട്? അച്ഛൻ ഇതുവരെ എന്നോടൊന്നും ചോദിച്ചില്ല. ഞാൻ വന്ന് നേരിട്ട് സംസാരിക്കാം, അതാ അതിന്റെ മര്യാദ.